എത്രയോ വർഷങ്ങൾ കഴിയേണ്ടി വന്നു CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ദേശീയതയെയും ദേശീയ പതാകയെയും അംഗീകരിക്കാൻ. MA ബേബി ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. പക്ഷെ ബേബി ആലോചിക്കുന്നില്ല, ഈ 28 പേർ, രാമചന്ദ്രേട്ടൻ, കൊച്ചിയിലെ രാമചന്ദ്രേട്ടൻ, സ്വർഗീയ രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് ടൂറ് പോയപ്പോൾ അതിനകത്ത് MA ബേബി ഉണ്ടായിരുന്നെങ്കിലോ, MA ബേബിയുടെ പേര് ചോദിച്ചിരുന്നെങ്കിലോ, MA ബേബിയുടെ കലിമ ചൊല്ലാൻ പറഞ്ഞിരുന്നുവെങ്കിലോ MA ബേബി ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിനകത്ത് ചീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയാണ് MA ബേബിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം, പ്രസ്താവന. അത് പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ ആകെ ഈ കേരളം മാത്രമേ ബാക്കിയുള്ളൂ ഒരു തുരുത്ത്. അത് വരാൻ പോകുന്ന നാളുകളിൽ അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെഹൽഗാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലവിലെ നിലപാടിനോട് എന്താണ് പറയാനുള്ളത്? ഇത് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ രാജ്യം ഒരു ചെറിയ അപകടസന്ധി പോലും തരണം ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണാതിരിക്കുക എന്നുള്ളത് നമ്മുടെ പഴയ കാലം മുതലുള്ള ഒരു നയമാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി യുദ്ധസന്നദ്ധയായി രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്ക നമ്മുടെ രാജ്യത്തിൻ്റെ തീരത്തേക്ക് പടക്കപ്പൽ അയക്കുമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച ഒരു അവസരമുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി മറുപടി കൊടുക്കുന്നതിന് മുൻപ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം ഇന്ദിരാഗാന്ധിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞു, പടക്കപ്പൽ അയക്കുന്നതിൽ വിരോധമില്ല, പക്ഷെ പടക്കപ്പൽ തിരിച്ചു പോകണോ എന്ന് ഇന്ത്യക്കാർ തീരുമാനിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് കാലമേറെ മാറി. 2025 നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ലോകരാജ്യവും അഫ്ഗാനിസ്ഥാനോടൊപ്പം അല്ലെങ്കിൽ ഈ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന അഫ്ഗാനിസ്ഥാൻ പോലും രംഗത്ത് വന്നില്ല. കൂടെ തൂങ്ങിച്ചാവാൻ താല്പര്യമുള്ള തുർക്കി ഒഴിച്ച് ഒരൊറ്റ രാജ്യം പോലും നമ്മുടെ ഭാരതത്തിനെതിരെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു ലോകരാജ്യത്തിനും നമ്മുടെ ഭാരതത്തോട് ഒരു നെഗറ്റീവ് സമീപനവും എടുക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല വളർന്നു, പ്രതിരോധ ശക്തി വളർന്നു. ഇവിടെ നമ്മൾ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ, സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ, മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ യുദ്ധോപകരണങ്ങൾ വരെ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ചു. എന്തിനേറെ പറയുന്നു, നമ്മുടെ അഭിമാനമായിട്ടുള്ള നാം ജനിച്ച നമ്മുടെ കേരളത്തിൽ കൊച്ചി ഷിപ്പ്യാർഡ് പോലും വളരെ അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈക്കൊള്ളുകയും അവിടെ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും ഒക്കെ നമ്മുടെ രാജ്യം നിർമ്മിച്ചിട്ടുള്ള നൗകകൾ നീറ്റണിയിക്കാൻ നീരിലിറക്കാൻ വന്നത് നമ്മളെല്ലാവരും ഓർക്കുകയാണ്. അപ്പോൾ 2025 ലോകം നോക്കിക്കാണുന്നത് ശക്തമായിട്ടുള്ള ഭാരതത്തെ തന്നെയാണ്. അങ്ങനെയുള്ള ഭാരതത്തിൽ ഇങ്ങനെ ഒരു ചെറിയ അപകടസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളല്ലല്ലോ കുറ്റക്കാർ. ഒരു തെറ്റും ചെയ്യാത്ത 10-28 മനുഷ്യരെ അവരുടെ മതം നോക്കിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് ആ ഒരു രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള, എന്നും നരേന്ദ്രമോദിജി പറയാറുണ്ട്, ഞാൻ സേവകനാണ്, ഞാൻ കാവൽക്കാരനാണ്. അപ്പോൾ ആ കാവൽക്കാരൻ, ആ സേവകൻ ഈ രാജ്യത്തെ പെൺകുട്ടിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, കാരണം ഭീകരവാദി ഒരു കാരണവുമില്ലാതെ വെടിവെച്ചു കൊന്ന ഭർത്താവിനോടൊപ്പം തന്നെയും വെടിവെച്ചു കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നീ പോയി നരേന്ദ്രമോദിയോട് പറ എന്ന് പറഞ്ഞ ഭീകരവാദിയോട് വളരെ വ്യക്തമായ ശൈലിയിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നുള്ളത് ഭാരതം തീരുമാനിക്കും. ആ തീരുമാനമാണ് നമ്മൾ കണ്ടത്. നമുക്കും നമ്മുടെ അതിർത്തി കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമായിട്ടുള്ള പല നമ്മുടെ ജവാന്മാർക്കും ഈ രാജ്യത്തിൻ്റെ മുന്നിൽ സമർപ്പണം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വളരെ വിജയശ്രീലളിതരായിട്ട് തന്നെയാണ് ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് AICCയുടെ പത്രക്കുറിപ്പ് ഇറങ്ങിയത് രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ്. അത് വലിയ തെറ്റായി പോയിരുന്നുവെന്നുള്ളത് നമ്മൾ പറയുന്നതിന് മുൻപ് ഒമർ അബ്ദുള്ള പറഞ്ഞു, കാശ്മീരിലെ സ്വന്തം മനുഷ്യരെ കൊല്ലുന്ന ഭീകരവാദിയുടെ മുന്നിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന, ഖുറാനിൽ വിശ്വസിക്കുന്ന, നമാസ് നടത്താൻ താല്പര്യമുള്ള, അറിവുള്ള ആ ചെറുപ്പക്കാരൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ബലിദാനിയായി. ആ ചെറുപ്പക്കാരൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനോട്, നിങ്ങൾ തിരുത്തി പറയണം. അങ്ങനെയാണ് ഖർഗെയുടെ നേതൃത്വത്തിൽ, KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറഞ്ഞതെങ്കിൽ ഇന്ന് വീണ്ടും കോൺഗ്രസ് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കണം എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലമൊക്കെ പോയി എന്നുള്ളതാണ്. അവർക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്നില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് ക്ഷയിക്കുകയാണ് ഭാരതത്തിൽ. അത് അത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ.
തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. നമ്മളെവിടെയും അതിക്രമിച്ച് കയറി ആർക്കും ശിക്ഷ കൊടുക്കുന്ന ഒരു രാഷ്ട്രമല്ല. അത് പൗരാണിക കാലഘട്ടത്തിലില്ല. നമുക്കങ്ങനെ ഒരു പാരമ്പര്യമില്ല, ചരിത്രമില്ല. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെ തകർക്കാൻ തീരുമാനിച്ചാൽ, നമ്മുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്താൽ, നമ്മുടെ പട്ടാളക്കാരെ ആവശ്യമില്ലാതെ ആക്രമിച്ചാൽ അഫ്സൽ ഗുരുവിനെ പോലെ ഒരുപക്ഷെ കോടതി മുമ്പാകെ തൂക്കിലേറ്റപ്പെടും, അല്ലെങ്കിൽ ശിക്ഷ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ചേച്ചി, ഇപ്പോൾ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലോകത്തെ പല മാധ്യമ പ്രവർത്തകരും പാകിസ്ഥാനിലെ ഒരു എയർ മാർഷലിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ പുൽവാമ ഭീകരാക്രമണം പോലും ഞങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് പാകിസ്ഥാന്റെ ഈ ഒരു എയർ മാർഷൽ ഔറംഗസേബ് തന്നെ സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും നാള് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിലുള്ള പ്രചരിപ്പിച്ച പ്രതിപക്ഷം ഈ സമയത്ത് ഭാരതത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്താവുകയാണ്? അല്ലെ, ഭാരതത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ രാജ്യത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയെ. ഒരു പ്രതിപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല. ഇവിടുത്തെ രാജ്യത്തെ മനുഷ്യർ തീരുമാനിച്ചതുകൊണ്ടാണ് 20-ലധികം വരുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരായി മാറിയിട്ടുള്ളത്. രാജ്യത്തിന്റെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഒരു കാലഘട്ടത്തിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് പിന്നീട് അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഒരാൾ MLA ആയാൽ, MP ആയാൽ, മന്ത്രി ആയാൽ, കേന്ദ്രമന്ത്രി ആയാൽ, ഈവൻ പ്രധാനമന്ത്രി ആയാൽ പോലും അവന് രാഷ്ട്രീയമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയോട് തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു റോളും നമുക്ക് ആവശ്യമില്ല. പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ എയർ മാർഷൽ ആണെങ്കിലും പാകിസ്ഥാന്റെ ഏതൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അവർ നിൽക്കുന്നത് ഭീകരവാദിയുടെ മുൾമുനയിലാണ്. അവർക്ക് ഭീകരവാദി പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. സ്വതന്ത്രമായി ഒരു സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭീകരവാദ സംഘടനകളോട് പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിലെ ഒരൊറ്റ മന്ത്രി പോലും ബാക്കിയുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ അപ്പാടെ, അതായത് ഉടലാകെ വിഴുങ്ങി നിൽക്കുന്ന ഒരു ഭീകര സ്വത്വമായിട്ടാണ് പാകിസ്ഥാന്റെ ഭരണകൂടം വരെ നിൽക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ബോധ്യമുണ്ട്, നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൃത്യമായി തന്നെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ബോധ്യം ഭീകരവാദിയുടെ മനസ്സിനകത്തും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവസാനമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർട്ടിക്കിൾ 317 കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിന്റെ പേരിലാണ് രാജ്യത്ത് ഇതുപോലുള്ള ഭീകരവാദ ആക്രമണങ്ങൾ നടക്കുന്നതെന്നുള്ള രീതിയിൽ പ്രചരണം ഒരു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. CPM യഥാർത്ഥത്തിൽ ഈ രാജ്യദ്രോഹികൾക്കെതിരെ നിലപാടെടുക്കാത്തതിന്റെ കാരണം എന്താണ്? CPM-ന് നിലപാടെടുക്കാൻ പറ്റില്ല, കാരണം അവർ രാജ്യദ്രോഹികളുടെ കൂടെയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ. അതിനെ തുടർന്ന് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മുടെ ത്രിവർണ്ണ പതാകയെ ഒരു സ്ഥലത്ത് പോലും ഉയർത്തി കാണിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പിന്നീട് അവർ രണ്ടായി പിളർന്നു. CPI-യും CPIM-ഉം ഉണ്ടായി. നിലപാടിൽ വ്യത്യാസമുണ്ടായില്ല. എത്രയോ വർഷങ്ങൾ കഴിയേണ്ടി വന്നു CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ദേശീയതയെയും ദേശീയ പതാകയെയും അംഗീകരിക്കാൻ. MA ബേബി ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. പക്ഷെ ബേബി ആലോചിക്കുന്നില്ല, ഈ 28 പേർ, രാമചന്ദ്രേട്ടൻ, കൊച്ചിയിലെ രാമചന്ദ്രേട്ടൻ, സ്വർഗീയ രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് ടൂറ് പോയപ്പോൾ അതിനകത്ത് MA ബേബി ഉണ്ടായിരുന്നെങ്കിലോ, MA ബേബിയുടെ പേര് ചോദിച്ചിരുന്നെങ്കിലോ, MA ബേബിയുടെ കലിമ ചൊല്ലാൻ പറഞ്ഞിരുന്നുവെങ്കിലോ MA ബേബി ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിനകത്ത് ചീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയാണ് MA ബേബിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം, പ്രസ്താവന. അത് പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ ആകെ ഈ കേരളം മാത്രമേ ബാക്കിയുള്ളൂ ഒരു തുരുത്ത്. അത് വരാൻ പോകുന്ന നാളുകളിൽ അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കിത് രാഷ്ട്രീയമല്ല, നമുക്കിത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, രാഷ്ട്രത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു വസ്തുതയാണ്. പട്ടാളക്കാരൻ എവിടെയുണ്ടോ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം പാറ്റ്നയിലായിരുന്നു, ബീഹാറിലെ പാറ്റ്നയിൽ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരമുണ്ടായി. ആ പരിപാടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് പട്ടാളക്കാരനായിട്ട് 22 വയസ്സുള്ള 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ തൻ്റെ അമ്മ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചുകൊണ്ട് ആ പട്ടാളക്കാരനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുന്ന അമ്മയെ എനിക്കവിടെ കാണാൻ സാധിച്ചു. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർച്ചാലുകൾ ഒഴുകിയിറങ്ങുകയാണ്. അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ട് ആ കുട്ടി അമ്മയുടെ രണ്ട് കവിളിലും ഉമ്മ കൊടുത്തുകൊണ്ട് പറയുന്നത്, അമ്മേ, ഞാൻ എത്രയോ 10,000 കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന്
വരുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. കരയാതെ എന്നെ യാത്രയാക്കണമെന്ന് സംസാരിച്ച ആ ബീഹാറിലെ പാട്നയിലെ ചെറുപ്പക്കാരനെ ഹൃദയത്തിൽ കൊത്തിവെച്ചതുപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡൽഹിയിലെ എയർപോർട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിലേക്ക് ഒരു കുട്ടി വരികയാണ്, അവൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എവിടേക്കാണ് പോകുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ അതിർത്തിയിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയാണ്. എൻ്റെ അച്ഛൻ അതിർത്തിയിൽ വെടിവെപ്പിന് പോവുകയാണ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ മകനെ എനിക്ക് ആ എയർപോർട്ടിൽ കാണാൻ സാധിച്ചു. ആ സ്ത്രീയുടെ കണ്ണുകളിൽ വികാരനിർഭരമായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ട്. പക്ഷെ ആ കൊച്ചുകുട്ടിക്കറിയാം, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് പട്ടാളക്കാരനാണ്, ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ പോയിരിക്കുകയാണ്, ഞാൻ മുത്തച്ഛൻ്റെ കൂടെ നാട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ ആ കുട്ടി. എന്നാൽ ആ സ്ത്രീയുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പോരാട്ടം നടത്തുന്നത്, ഇവർ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനത, ഭാരതത്തിലെ ജനത മനസ്സിൽ ഒരു പ്രതികരണം ഒരുക്കിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ.